ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. നാവിൽ അലിഞ്ഞിറങ്ങുന്ന മാമ്പഴ കേസരിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചേരുവ മാത്രം മതി. ഇടയ്ക്ക് മധുരം കഴിക്കാൻ തോന്നാറില്ലേ? അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റവ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബോംബെ റവ എന്നൊക്കെ പറയുന്ന ഒട്ടും ഉമിയില്ലാത്ത റവയാണിത്. നമ്മൾ ഉപ്മാവിനൊക്കെ ഈ റവ ഉപയോഗിക്കാറുണ്ട്. വറുക്കാത്ത റവയാണ് വേണ്ടത്. ഇനി വേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. ഞാൻ 1 കപ്പ് റൈസ് ബ്രൗൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പോളം പഞ്ചസാര വേണം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. മധുരം കുറച്ച് വേണ്ടവർക്ക് 1 കപ്പ് ചേർത്താൽ മതിയാകും. ഇത് പാകത്തിനുള്ള ഒരു മധുരമാണ് 1/4 കപ്പ് എടുത്താൽ. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പോളം പഞ്ചസാര ചേർക്കാം. ഇനി വേണ്ടത് മാമ്പഴമാണ്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിപ്പയിലിട്ട് അതിൻ്റെ നാരും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ആ മാമ്പഴം ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലെ നാരും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും. ഇനി കുഴിവെള്ളം ഒരു കടായിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് റവ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. റവ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ തന്നെ നമുക്ക് കുറച്ച് കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റവയും കിസ്മസും കൂടി നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം. റവ പാകത്തിന് ഫ്രൈ ആയി കഴിയുമ്പോഴാണ് ഈ കിസ്മസ് നന്നായിട്ട് വീർത്ത് വരുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം. കിസ്മസ് നന്നായിട്ട് വീർത്ത് വരുമ്പോഴേക്കും റവയും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ടാകും. ഇപ്പോൾ കിസ്മസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ റവയും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരണം. നമ്മൾ എണ്ണയിലിട്ട് കിസ്മസ് ഫ്രൈ ചെയ്യുമ്പോൾ വീർത്ത് വരുന്നത് പോലെ നന്നായിട്ട് ഇത് വീർത്ത് വരും. ആ പാകത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 കപ്പ് വെള്ളം തിളച്ച ചൂടിലാണ് ഒഴിക്കേണ്ടത്. അതാണ് കറക്റ്റ് പാകം. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് റവ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് കേട്ടോ. റവ ഫ്രൈ ചെയ്തത് നമ്മൾ ലോ ഫ്ലെയിമിലാണ്. ചൂട് കൂടുതലാണെങ്കിൽ റവ കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റവയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല തിക്കായി. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് മാമ്പഴത്തിൻ്റെ പേസ്റ്റാണ്. നേരത്തെ അരിപ്പയിലിട്ട് അരിച്ചെടുത്ത മാമ്പഴ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മാമ്പഴം നന്നായിട്ട് വെന്ത് കുറുകി വരണം. അതുവരെ നമ്മൾക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ഇപ്പോൾ മാമ്പഴമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ മാമ്പഴം അരച്ചെടുക്കാനെടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. അപ്പം നല്ല മധുരമായിരിക്കും. ടേസ്റ്റിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ചെറുനാരങ്ങ നീരിൻ്റെ ഒരു പുളി രസം വരുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ പഞ്ചസാര നല്ലതുപോലെ അലിയിച്ചെടുത്ത് ഇതുമായി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഈ ഭാഗം കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞതാണ് കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ബദാം കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഡെസേർട്ടായും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഗീ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് അല്പം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം നേരിയ ചൂടുണ്ട്. ഈ സമയത്ത് നമ്മളിത് എടുത്താൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്ക് പാത്രത്തിലെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു മോൾഡിലേക്ക് ഇത് മാറ്റാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ലതാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാനും വളരെ നല്ലതാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നല്ല പഴുത്ത മാങ്ങ വരുന്ന കാലമാണ്. നല്ല മാമ്പഴക്കാലമാണ്. മാമ്പഴമൊക്കെ ഇപ്പോൾ വളരെ ചീപ്പായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാമ്പഴം കൊണ്ടുള്ള കേസരിയും മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വളരെ നല്ലതാണ്. ഈ ചൂട് സമയത്ത് അതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയുമാണ്. മാമ്പഴച്ചാറ് വറ്റിച്ച് കട്ടയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഉപയോഗിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വായിൽ അലിയുന്ന മാമ്പഴ കേസരി ഞാനൊരു മോൾഡിലാക്കിയിട്ടുണ്ട്. ബദാമും കാഷ്യൂസൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്